ഓ ഹലോ, നമ്മളിന്നുള്ളത് ഡൽഹിയിലാണ്. ഇവിടെ വന്നിരിക്കുന്നത് BMW ഗ്രൂപ്പിൻ്റെ പ്രസ് ലോഞ്ചിനാണ്. ഇവിടെ നിന്ന് 3 ബ്രാൻഡിന് 4 ലോഞ്ച് നടക്കുന്നുണ്ട്. പുതിയ 5 സീരീസ്, പുതിയ മിനി കൂപ്പർ, അതുപോലെ തന്നെ കൺട്രിമാൻ ഇലക്ട്രിക്, അതുപോലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രിക് ലക്ഷറി സ്കൂട്ടർ CE04 എന്ന് പറഞ്ഞ മോഡൽ. ഇത് 4ൻ്റെ ലോഞ്ച് കൊണ്ട് നടക്കുകയാണ്. ഒരു കുറേ കാലത്തിന് ശേഷം BMW വലിയൊരു ലോഞ്ച് ഇവൻ്റ് നടത്തുന്നത്. നമുക്കതിലേക്ക് പോകാം. ഓൾ മൈ പ്ലേലേഴ്സ്, വെൽക്കം ടു പ്ലേ വീഡിയോ. 5 സീരീസ് BMW ഏറ്റവും ലെഗസി മോഡലാണ്. ഇതാണ് ഫസ്റ്റ് 5 സീരീസ്. നമുക്കിപ്പോൾ ഉള്ളത് 8th ജനറേഷനാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമ്മൾ നേരത്തെ കൊണ്ടുവന്നതാണ്. നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലുക്കും ഡ്രൈവും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് പ്രീ ലോഞ്ച് ഡ്രൈവിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ വീഡിയോ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം. എന്താ വെച്ചാൽ ഒന്നാമത് ഉള്ളിൽ ഭയങ്കര തിരക്കാണ്. ഇവർ മീഡിയനെയും ഇൻഫ്ലുവൻസും എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. അതിനുള്ളിൽ കയറി മെസ്സേജ്. അപ്പം 5 സീരീസും ഞാൻ ഇവിടെ വെച്ച് നിർത്താൻ കാരണം അതിൻ്റെ കുറച്ചുള്ള കംപ്ലീറ്റ് വീഡിയോ നമ്മൾ കൊണ്ടുവന്നു. ഇനി മിനിയുടെ ലെഗസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മിനി വന്നത് മുതൽ 1959 മുതൽ മിനി ഒരു ട്രെൻഡ് സെറ്റർ തന്നെയാണ്. ചെറിയൊരു വണ്ടിയായിട്ട് വന്നെങ്കിലും അന്ന് അത് വലിയൊരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്ന വണ്ടിയാണ്. വലിയ വലിയ സെലിബ്രിറ്റീസ് എല്ലാം ഉപയോഗിച്ചാണ്. ഇന്നിപ്പോൾ മിനി എൻ്റെ ലേറ്റസ്റ്റ് ഫോമിൽ വന്നത്. അപ്പം എൻ്റെ പുതിയ മിനിയുടെ 2024 മോഡൽ വന്നിരിക്കുകയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മിനിയാണ്. ഇതിൻ്റെ തന്നെ കൺട്രിമാനും ഇവിടെ കാണിക്കുന്നുണ്ട്. സോ ഈ മിനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിൻ്റെ കൂപ്പർ എസ് മാത്രം വന്നിരിക്കുന്നത്. ഏകദേശം നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. അത് നല്ലൊരു എന്തായാലും ബയാസ് പോർട്ട്ഫോളിയോ ഉള്ള വണ്ടിയാണ്. നമുക്കറിയാം മിനി ഈസ് ലൈക്ക് എ ട്രെൻഡിങ് കാർ. എല്ലാവരുടെയും ഒരു സെക്കൻഡ് തേർഡ് കാറായിട്ട് ഉണ്ടാകുന്ന ഒരു വണ്ടിയാണ് ലക്ഷറി കാർ ഓണേഴ്സിൻ്റെ. അപ്പോൾ മിനിയുടെ കൂപ്പർ എസ് ഉള്ളിലുണ്ട്. അതേപോലെ തന്നെ കൺട്രിമാൻ്റെ ഇലക്ട്രിക് വേർഷനും വന്നിട്ടുണ്ട്. ഇത് രണ്ടും നല്ല പ്രൈസിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒന്ന് വന്നിരിക്കുന്നത് 44.9 ലാക്സിലും മറ്റൊന്ന് 54.9 ലാക്സിലാണ്. അപ്പോൾ മിനി കൂപ്പർ എസ് ആണ് 44.9 മറ്റേ 54.9 ഇലക്ട്രിക് ആണെങ്കിലും പുതിയൊരു വേർഷനിൽ വന്നിരിക്കുന്ന ആ പുതിയൊരു ബോഡി ഷേപ്പിൽ വന്നിരിക്കുന്ന ഫസ്റ്റ് കൺട്രിമാനാണത്. അതും ഒരു ഡിഫറെൻറ്റ് ലുക്കാണ്. പക്ഷേ ആ ഡിഫറെൻറ്റ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മിക്സ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതും നമുക്ക് നോക്കാം. പിന്നെയുള്ള മോട്ടോറാണ്. BMW വെച്ചിടത്ത് BMW ഫസ്റ്റ് വണ്ടി റോൾ ഔട്ട് ചെയ്ത് ആക്ച്വലി ബൈക്കാണ്. ഈ ബൈക്കായിരുന്നത് 1923. അപ്പോൾ 100 കൊല്ലം 100 കൊല്ലം പാരമ്പര്യമുള്ള ഒരു ബ്രാൻഡാണ് മോട്ടോറാഡ്. എൻ്റെ ഒരു കാരണക്കാൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം പണ്ട് ഞാൻ നമ്മൾ BMW മ്യൂസിയത്തിൻ്റെ എപ്പിസോഡിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നിപ്പം BMW എത്തിയിരിക്കുന്ന ഫ്യൂച്ചറിലേക്കുള്ള വണ്ടിയാണ് ഇലക്ട്രിക് സ്കൂട്ടർ. ഇത് ഫസ്റ്റ് ലക്ഷറി ഇലക്ട്രിക് സ്കൂട്ടറാണ്. CE04 എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് 14.9 ലക്ഷം രൂപയ്ക്ക് ഇറങ്ങി. അത് 15 ലക്ഷം രൂപ വേർത്തായിട്ടുള്ള വണ്ടിയാണ്. വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ട്. എന്തായാലും അതും അതുപോലെ തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഐ റിയലി ലൈക്ക് ദിസ്. അപ്പോൾ ഈ 3 മെയിൻ വണ്ടികളും 5 സീരീസ് നമുക്ക് ഉള്ളിൽ കാണാനുള്ള ഉള്ളിൽ നിന്ന് കാണാം. സോ ഓൾ മൈ പ്ലേലേഴ്സ് വൺസ് അഗെയിൻ എൻജോയ് ദിസ് BMW ഗ്രൂപ്പ് പ്രസ് ലോഞ്ച്. ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? ഫുൾ ആളുകളാണ്. പക്ഷേ ഞങ്ങൾക്ക് വണ്ടി കാണിച്ചു തരാം. പ്രോപ്പർ റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഏതായാലും ഫസ്റ്റ് നമുക്ക് കാണാവുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് മിനി കൂപ്പർ എസ് ആണ്. യെല്ലോ കളറിലൂടെ ഇങ്ങനെ പൊളിച്ചടക്കി നിൽക്കുന്നുണ്ട്. മിനിയുടെ കുറേ എസൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു മോഡേൺ ഡിസൈനാണ്. ഫേസലാകെ മാറി. ഓക്സൊക്കെ ആയിട്ടുള്ള ഗ്രില്ലാണ്. അതുപോലെ റൗണ്ടായിട്ടുള്ള ഹെഡ്ലൈറ്റും ആ DRലും മെയിൻറ്റൈൻഡ് ആണ്. സൈഡ് പ്രൊഫൈൽ പ്രോപ്പർ മിനി സൈഡ് പ്രൊഫൈലാണ്. പുതിയ വീൽസ് നമുക്ക് കാണാം. ബ്ലാക്കും യെല്ലോ ആയിട്ടുള്ള കളേഴ്സാണ് ഇൻറ്റീരിയറിൽ പുറത്ത് വന്നിരിക്കുന്നത് എക്സ്റ്റീരിയറിൽ. പിന്നെ മിനിയുടെ റൗണ്ടായിട്ടുള്ള നിൽക്കുന്ന വലിയൊരു സൈഡ് വ്യൂ മിററുണ്ട്. ടോപ്പിൽ പനോറമിക് റൂഫ് കാണാം. അതിൻ്റെ പുറമെ താഴേക്ക് വരുമ്പോൾ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാവുന്ന യൂണിയൻ ജാക്കിൻ്റെ ഡിസൈനുള്ള പുതിയ ടെയിൽ ലൈറ്റാണ്. കണക്റ്റഡ് ടൈപ്പ് ടെയിൽ ലൈറ്റാണ്. അതും രസമുണ്ട്. അത് നല്ല രസം തന്നെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലേക്കാണ് പിന്നെയുള്ള അട്രാക്ഷൻ ഉള്ളത്. അതിലൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ ഫാബ്രിക് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. പ്രത്യേകിച്ച് ഡാഷ്ബോർഡിൽ വന്നിരിക്കുന്ന ഫാബ്രിക് എലമെൻറ്റ്സ് എല്ലാം കാണാം. ആരോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് സെൻറ്ററിൽ വന്നിരിക്കുന്ന റൗണ്ട് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് ആണ് ശരിക്കുള്ള മറ്റൊരു അട്രാക്ഷനായി നിൽക്കുന്നത്. ഇവരൊന്നും നമുക്ക് വിട്ടിരുന്നില്ല എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളുള്ള. ഏതൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സാണ്. അപ്പോൾ ഏതായാലും കൈമിടുക്കും മസിൽ മിടുക്കൊന്നും ഇല്ലാതെ നമ്മൾ ഷൂട്ട് ചെയ്യാണ്. ഇപ്പോൾ ഫാബ്രിക്കാണ് ഇൻറ്റീരിയറിൽ വന്ന്. അതിലൊരു മിക്സ് ആയിട്ടുള്ള ലെതർ നമുക്കുണ്ട്. ആ ലെതർ എന്ന് പറയുന്നത് വേഗൻ ലെതർ എന്നാണ് അവർ പറയുന്നത്. വിച്ച് മീൻസ് ബേസിക്കലി നോൺ ഒറിജിനൽ ലെതർ, വിച്ച് ഇസ് ആർട്ടിക്കോ ലെതർന്നോ അല്ലെങ്കിൽ ലെതറായിട്ടെന്നെല്ലാം പറഞ്ഞ മെറ്റീരിയലാണ്. അപ്പോൾ അത് കഴിഞ്ഞാലുള്ളത് 5 സീരീസ്. അത് ഞാൻ പിന്നെ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല. നമ്മൾ കാണിച്ച വണ്ടിയാണ്. അത് നിങ്ങൾക്ക് എപ്പിസോഡ് കാണാം. 5 സീരീസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആണ് അടുത്ത പുതിയ വണ്ടി മിനി കൺട്രിമാൻ ഇലക്ട്രിക്. കൺട്രിമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫെർദറിൽ ഫസ്റ്റ് ടൈം വരികയാണ്. കൺട്രിമാൻ ഉണ്ടായിരുന്ന മോഡലാണ്. ഫ്രണ്ട് നമുക്ക് നോക്കി കാണാം. ഇനി എലമെൻ്റൽ റീറ്റേൺഡ് ആണ്. ആ പ്ലാസ്റ്റിക് പാനൽ പോലുള്ള എലമെൻ്റെല്ലാം ഇലക്ട്രിക് ആയിട്ട് വന്നത്. പക്ഷേ നമുക്ക് പല കാറിനെയും തോന്നിക്കുന്നുണ്ട്. പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിന് തോന്നിക്കുന്ന ഡിസൈൻ ഉണ്ട്. അങ്ങനത്തെ ഒരു എലമെൻ്റ് ഒരു സൈഡിലൊക്കെ വരുമ്പോൾ വലിയൊരു വണ്ടീൻ്റെ ഫീലുണ്ട്. അതേപോലെ റിയറിലേക്ക് എത്തുമ്പോൾ എനിക്ക് വേറെ വണ്ടി തോന്നിയിട്ടുണ്ട്. അവരുടെ മിക്സ് ആയിട്ടുള്ളൊരു ഡിസൈൻ. ഞാൻ വണ്ടി തോന്നിയെന്ന് ആ ഡിസൈൻ ഫോമാറ്റിനാണ് പറയുന്നത്. സൈഡിൽ വരുമ്പോൾ തന്നെ വലിയ ഫോമാറ്റ് കാണാം. റിയറിലേക്ക് എത്തും ആ ക്വാർട്ടർ ഗ്ലാസ് ആ എലമെൻ്റ് എല്ലാം കാണുമ്പോൾ
ശരിക്കും നമുക്കൊരു അട്രാക്റ്റീവ് എലമെൻ്റ് ആണ്, അട്രാക്റ്റീവ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം അല്ല, അതെനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് C5 എയർ ക്രോസ് ഇട്ടുണ്ട്, അതിൻ്റെ ഒരു ഫീലുള്ള ടെയിൽ ലൈറ്റിലും യൂണിയൻ ജാക്ക് എലമെൻ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ ഒരു ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് ഒരു ടെയിൽ ലൈറ്റാണ്. അതിൽ നമുക്ക് കൺട്രിമെൻ എന്ന ലോഗോ എല്ലാം കാണാം. ഇതാണ് ബേസിക്കായിട്ടുള്ള ഡിസൈനുള്ളത്. സോ വലിയ വണ്ടിയാണ്. ഇൻറ്റീരിയറിൽ നമുക്ക് പുതുമെല്ലാം കാണാം, പക്ഷേ ഇൻറ്റീരിയറെല്ലാം ഫുൾ പാക്ഡ് ആണ്. കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇനി ഇവിടെ ഉള്ളതിൽ 4ാമത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു വണ്ടി. ഇത് ഒരു ലക്ഷറി സ്കൂട്ടറാണ്, ലക്ഷറി ഇലക്ട്രിക് സ്കൂട്ടർ എന്നാണ് പറയുന്നത്. BMW ആദ്യത്തെ ഇലക്ട്രിക് ലക്ഷറി സ്കൂട്ടർ CE04. ഇവിടെ ഉള്ളതിൽ എനിക്ക് അട്രാക്റ്റീവായി തോന്നിയിട്ടുള്ളതും ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു വണ്ടി ഇതാണ്. ഒരു സയൻസ് ഫിക്ഷൻ വെഹിക്കിൾ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഡിസൈനുള്ള വളരെ യുണീക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ആ സിലിണ്ടറായിട്ട് നിൽക്കുന്ന ഭാഗത്താണ് ആക്ച്വലി ഇതിൻ്റെ ബാറ്ററീസ് വരുന്നത്. ഈ ബാറ്ററിയാണ് ഇതിൻ്റെ മേലെ സീറ്റ്, ബാറ്ററിയാണ് എൻ്റെ പിന്നിൽ മോട്ടറുമാണുള്ളത്. ആ മോട്ടർ റിയർ വീൽ ഡ്രിവണാണ്. ഇതിൻ്റെ മേലുള്ള സീറ്റുമാണ് ആക്ച്വലി വരുന്നത്. ലോങ് വീൽ ബേസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു ലേറ്റ് ബാക്ക് ഡിസൈനാണ്. വളരെ കംഫർട്ടബിൾ റൈഡായിരിക്കും തോന്നുന്നുണ്ട്. റൈഡ് ചെയ്തിട്ടില്ല. എന്തായാലും ഇത് നമുക്ക് റൈഡിൽ കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഇതൊരു കൺട്രോളെല്ലാം വരുന്നത് 10.25 ഇഞ്ചിൻ്റെ സ്ക്രീനിലാണ്. അത് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അതിന് പുറമെ ബാക്കിയുള്ളതെല്ലാം തന്നെ ഒരു യുണീക്കായിട്ടുള്ള വളരെ ഒരു മോഡേൺ കോണ്ടംപററി ഡിസൈൻ അതില്ല. ഇത്രയുമാണ് ഇവിടെയുള്ള 4 വണ്ടികൾ. കാണിക്കാൻ പറ്റുന്ന തരത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ ലോഞ്ചിലുള്ള 4 വണ്ടികൾ. കാണിക്കാവുന്ന തരത്തിൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നല്ല തിരക്കുണ്ട്. പക്ഷേ നമുക്ക് ഈ കോഴിക്കോടേക്ക് പോകുന്നതുകൊണ്ട് കുറച്ച് ഫ്ലൈറ്റ് നേരത്തെ കൊണ്ട് കുറച്ച് നേരത്തെ പോകേണ്ടതുകൊണ്ട് കുറേ സമയം വെയിറ്റ് ചെയ്തും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം വിഷ്വൽസിനെ കാണിച്ചത്. ഇതിൻ്റെ എല്ലാം തന്നെ കമ്പനി ഫുട്ടേജിലുള്ള നമുക്ക് ആ വണ്ടിയുടെ ഡീറ്റെയിൽസും കാണാം. എന്തായാലും ഇങ്ങനത്തെ ഒരു ലോഞ്ച് വന്നിട്ടുണ്ട്. ഈ 4 വണ്ടി കണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്നുള്ളതും ലോഞ്ചിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ കമൻറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത്. അടുത്തവണ മറ്റൊരു ലോഞ്ചോ റിവ്യൂലായിട്ട് കാണാറ്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.